സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ചിയർസ് റോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് റെഡ്, ഗ്രീൻ, യെല്ലോ. റെഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗോ, നല്ല രീതിയിലാണ്, കറക്റ്റായ വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. രണ്ട്, റെഡ് റെഡ് എന്ന് പറയുന്ന സ്റ്റോപ്പ്, നിങ്ങൾക്ക് ഇനി ഇവിടെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പുറത്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. ഇത് ബിഗ് ബോസ് ടാസ്ക് ആട്ടോ. പിന്നെ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ട് ആ മിസ്റ്റേക്ക് ഒക്കെ തിരുത്തി മുന്നോട്ട് വേണമെങ്കിൽ പോവാം എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ഓരോരോ ആൾക്കാരായിട്ട് വന്ന ആരൊക്കെയോ പേര് എന്ന് വെച്ചാൽ പറയുമ്പോൾ ജിൻഡോ ആണ് ആദ്യം വരുന്നത്. ജിൻഡോ എന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗബ്രി, നീ വേറെ ഊളിയായിട്ടാണ് ഗെയിം കളിക്കുന്നത്. നീ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ഇനി ശരിയാക്കി റെഡിയാക്കി ഇനി പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല നീ ഇവിടുന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഗബ്രിക്ക് റെഡ് ആണ് തരുന്നതെന്ന് പറയുന്നുണ്ട് ഗബ്രിയിലോട് ജിൻഡോ. രണ്ടാമത് അൻസിബയുടെ അടുത്ത് പറയുന്നത്, അൻസിബ നീ ഗ്രീൻ ആണ്. ഗ്രീൻ, നീ നല്ലൊരു കറക്റ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ആവശ്യമില്ലാതെ തല്ലുണ്ടാക്കാതെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം തല്ലുണ്ടാക്കി. അതുകൊണ്ട് അൻസിബ ഗ്രീൻ ആണ്, നല്ല കറക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ നന്ദന യെല്ലോ ആണ്. ചുമ്മാ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആവശ്യമില്ല ചൂടാവുന്നതും, എന്നോടായാലും കുറെ കടിച്ചു കീറലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി സെറ്റായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് നന്ദന യെല്ലോ എന്നാണ് ജിൻഡോ രാവിലെ പറഞ്ഞേക്കണത്. ഇതൊക്കെ ഇത്രയും പേരാട്ടോ, 3 പേരുടെ പേരാണ് ജിൻഡോ പറഞ്ഞത് രാവിലെ തന്നെ. എന്തായാലും അതില് ഗബ്രിക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് ജിൻഡോ പറഞ്ഞ കാര്യത്തിൽ കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ഗബ്രിയുടെ അവസരം വരുമ്പോഴേക്കും ഗബ്രി വന്നിട്ട് ജിൻഡോനെ തന്നെ റെഡ് പറയാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ലൈവ് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ. ലൈവ് കാണാൻ പറ്റാത്ത കൂട്ടുകാർക്ക് വേണ്ടി ലൈവ് നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ, സീ യു.